ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാറിൻ്റെ MC4 കണക്ടർ, അതായത് സോളാർ പാനൽ. ഇത് വരുന്ന കണക്ടറാണ് അത് നമുക്ക് മെയിലും ഫീമെയിലും വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മെയിലും ഫീമെയിലും അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്ലോട്ടിൽ വരുന്ന അതിൻ്റെ അകത്ത് വരുന്ന ആ ലീഡും കൂടിയിട്ടാണ് തരുന്നത്. ഇപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് എങ്ങനെ പഞ്ച് ചെയ്ത് സോൾഡർ ചെയ്ത് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കണക്ടർ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഏത് വയറാണോ വേണ്ടത്, 6 സ്ക്വയർ 10 സ്ക്വയർ ഏത് വയർ വേണമെങ്കിലും നമ്മൾ വയർ കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കറക്റ്റ് ആ പറയുന്ന പൊസിഷനിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. പഞ്ച് ചെയ്യാം, പക്ഷേ അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം പഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അല്ല പഞ്ചിങ് എന്നെങ്കിൽ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ, അതായത് ക്രീമിംഗ് ടൂൾ വെച്ചിട്ട് പഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ ആ ലൂസ് വരാൻ, അതുപോലെ തന്നെ പതുക്കെ നമ്മൾ പുറത്തുള്ള നമ്മൾ ഈ പറയുന്ന സോളാർ കാര്യങ്ങൾ വെക്കുന്നതുകൊണ്ട് പുറത്ത് അന്തരീക്ഷത്തിൽ ഈ ഓക്സിജനായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ആ കോപ്പർ വയറിൻ്റെ കോപ്പറുകൾ ക്ലാവ് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കോൺടാക്ട്സ് നഷ്ടപ്പെടാം. പതുക്കെ ലോസ് ആയിരിക്കും വരുന്നത്. നമുക്ക് കോൺടാക്ട്സ് ഫുള്ളായിട്ട് നഷ്ടപ്പെടില്ല, ലോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ആ പറയുന്ന കറക്റ്റ് ലെവലിൽ ആ ലീഡിൻ്റെ അകത്തേക്ക് വയർ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കറക്റ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ശരിക്കും സോൾഡർ ചെയ്യാത്തതിന് ശേഷം പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് വർഷങ്ങളോടെ നിലനിന്നോളും. സോൾഡർ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്നും കോൺടാക്ട്സ് ഓൾറെഡി ഓക്കെ ആയിരിക്കും. പിന്നെ തൊടിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കോൺടാക്ട്സ് നഷ്ടപ്പെടുള്ളൂ. അതായത് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്ന പോലെ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കണക്ടറുകളാണ് ഈ കാണുന്നത്. കണക്ടറിൻ്റെ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, അതായത് ഈ കണക്ടറിൽ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഈ പറയുന്ന കണക്ടറിലേക്ക് നമ്മൾ ഈ പറയുന്ന ലീഡ് ശ്രദ്ധിക്കണം. അതായത് ഉണ്ടോ, ഏത് ടൈപ്പ് ലീഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതായത് ഉണ്ടോ, ആ ടൈപ്പ്, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി ഒരു കറക്റ്റ് ഒരു സ്ലോട്ട് ഉണ്ട്. ഏറ്റവും തുമ്പത്തായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിൽ വന്ന് ജാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കോൺടാക്ട്സ് ആയി കഴിഞ്ഞു. കണ്ടോ, ഇനിയിപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലോട്ടിലേക്ക് ഇറങ്ങി നീറ്റായിട്ടിരുന്നു. ഇപ്പോൾ ഒരു കോൺടാക്ട്സ് കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇരുന്നു. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ കണക്ടറിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ റബ്ബർ ബുഷ് ഉണ്ട്. ആ റബ്ബർ ബുഷും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പും ഉണ്ട്. ആ ക്യാപ്പും റബ്ബർ ബുഷും അതിൻ്റെ ബാക്കിൽ വരുന്ന ക്യാപ്പും ഇട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഓക്കെ ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാണ്ട. ഇതാണ് അതിൻ്റെ റബ്ബർ ബുഷ്, ഇതിൻ്റെ സൈഡിൽ വരും. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് വരുന്നുണ്ട്. ഈ ക്യാപ്പും രണ്ടും കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ് പുറത്തായതുകൊണ്ട് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാ കണക്ടറിലേക്കും പതുക്കെ വെള്ളമാവും. പിന്നെ പതുക്കെ അത് ഏതാണെങ്കിലും പതുക്കെ ക്ലാവ് കുടിക്കാൻ തുടങ്ങും. പിന്നെ കോൺടാക്ട്സ് നഷ്ടപ്പെടും. പിന്നെ കറക്റ്റ് ആംബിയർ നമുക്ക് കിട്ടില്ല. വോൾട്ടേജ് ചിലപ്പോൾ വേരിയേഷൻ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. ആംബിയർ കാര്യങ്ങൾ വിഷയം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ക്ലീൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കണക്ടർ മാറ്റി കളയേണ്ടി വരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ പറയുന്ന അതിൻ്റെ അകത്ത് വരുന്ന റബ്ബറിൻ്റെ ബുഷ് ഉണ്ടോ, ആ ക്യാപ്പ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു വയർ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടർ MC4 കണക്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ എൻ്റെ ക്യാപ്പ് ഊരിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് മൈനസ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ തന്നെ അത് നേരെ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ. അപ്പോൾ അത് നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഈ MC4 കണക്ടറിൻ്റെ അകത്ത് തന്നെ വേറൊരു ചെറിയൊരു ഷീൽഡ് കൂടി വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ടർ ഇട്ട് കഴിയുമ്പോൾ പോയി ടൈറ്റ് ആവുന്നത്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിലാണ് ടൈറ്റ് ആവുന്നത്. അതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. ഇനിയും നമ്മൾ അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാപ്പും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലെവലിലുള്ള റബ്ബറിൻ്റെ ബുഷും ഇട്ട് ടൈറ്റ് ചെയ്യുക. റബ്ബറിൻ്റെ ബുഷും ക്യാപ്പും ഇട്ട് ടൈറ്റ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോൾഡറിങ്ങിൻ്റെ കോപ്പർ ഭാഗം പുറത്ത് വരാത്ത രീതിയിൽ കറക്റ്റ് ലെവലിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി ഓക്കെ ആക്കി കഴിഞ്ഞു. മെയിലും ഫീമെയിലും ഓൾറെഡി ഓക്കെ ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന പാനലിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടറാണ് വരുന്നത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടറിലേക്ക് നമുക്ക് ഏതാണോ വേണ്ടത് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പാനലിൻ്റെ മെയിൽ കണക്ടറിലേക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫീമെയിൽ കണക്ടർ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിത് രണ്ടുമാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ. കണ്ടോ, അതിൻ്റെ സൈഡിൽ ഗ്രൂ ഉണ്ടാവും. ആ രണ്ട് സൈഡിലും ഗ്രൂ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു, അകത്ത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ രണ്ട് കാണുന്ന ലോക്ക് ഉണ്ട്, രണ്ട് സൈഡിലെ ലോക്ക് ഉണ്ട്. ആ ലോക്ക് നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ലോക്കായി കഴിഞ്ഞു.
സിമ്പിളായിട്ട് ലോക്ക്. അതുപോലെ തന്നെ ഊരി എടുക്കണമെങ്കിലും ആ 2 സൈഡുകളിൽ പിടിച്ച് ഞെക്കിയതിന് ശേഷം പതുക്കെ വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കും സിമ്പിളായിട്ട് പോരും. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് ഓംസിലേക്ക് ഇട്ടതിന് ശേഷം, അതായത് റെസിസ്റ്റൻസ് അളക്കുന്ന ഓംസിലേക്ക് ഇട്ടതിന് ശേഷം 2 വയറുകളുടെ എൻഡാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ 2 വയറുകളുടെ എൻഡ് നമ്മൾ കറക്റ്റ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂറ്റി കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്കി അറിയാൻ പറ്റുന്നുണ്ടോ? 0 0 0 വരുന്നു. അപ്പോൾ കറക്റ്റായി, അതിൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റായി കഴിഞ്ഞു. അപ്പോൾ അത്രയും പെർഫെക്ഷനായിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ സോളാറിൻ്റെ ക്യാപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ കണക്ടർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ലോസ് വരുന്ന ആംബിയറിൽ പ്രശ്നം വരും. ലൂസ് കോൺടാക്റ്റ് വന്നിട്ട് ആർക്ക് ചെയ്യാൻ തുടങ്ങും, ഹൈ ആംബിയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.